ഞാനങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ് ഈ വികാരം. അതിന് ആരാണ് തടസ്സം നിൽക്കുന്നത് എന്ന് കൃത്യമായി നാടിനറിയാം. ആ വിധത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ വിധത്തിൽ കേരളത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു തർക്കമോ ഒരു പ്രയാസമോ ഉണ്ടാകേണ്ടതല്ല. കേരളം 3.5 കോടി മലയാളിയും ചൂരൽമലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. വ്യത്യസ്ത വിധത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിലേക്ക് പോകാതെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സായി നിൽക്കണം. ഇതുവരെയും അങ്ങനെ കേരളം നിന്നിട്ടുണ്ട്. ആ നിലപാട് തന്നെ തുടരണം എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാറുള്ളത്. അങ്ങനെ ഒരു വിവാദത്തിലേക്ക് ഇപ്പോൾ പോകണ്ട. ഫെബ്രുവരി 8-നും നേരത്തെ ഉണ്ടായ സമരത്തിനും പ്രതിപക്ഷവുമായി കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങൾ ആ സമരം പ്ലാൻ ചെയ്തത്. കാരണം ഇത് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലടിക്കേണ്ട ഒരു പ്രശ്നമല്ല. ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്രത്തിനോട് അവകാശങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രശ്നമാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭയിലെയും ലോകസഭയിലെയും MP-മാരായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ആവശ്യം ഉന്നയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് മുന്നോട്ട് പോകും. അല്ല, ഞാൻ പറഞ്ഞത് 27D സാധാരണ നിലയിൽ ഇടക്കാലത്ത് 2008-നാണ് ബില്ല് വന്നതെങ്കിലും 2019-ലുണ്ടായ ഭേദഗതിയുടെ ഭാഗമാണ് 27D. അത് നടപ്പിലാക്കണം. അതുതന്നെയാണ് ശരി. 27D കാർഷിക അഭിവൃദ്ധി ഫണ്ടുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ അന്ന് ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അക്കൗണ്ടും മറ്റു കാര്യങ്ങളും ഒന്നും തീർപ്പാക്കിയിരുന്നില്ല. അതിപ്പോൾ റവന്യൂ കൃഷി വകുപ്പുകൾ കൂടി ചേർന്നുകൊണ്ട് സർക്കാരിൻ്റെ മുമ്പാകെ ധനകാര്യ വകുപ്പ് മുമ്പാകെ ആ കാര്യം നേരത്തെ സംസാരിച്ചിരുന്നു. കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നൊരു വിഷയമായതുകൊണ്ട് ആ വിധത്തിൽ ആലോചിക്കാം എന്ന് പറഞ്ഞു. കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ പത്രത്തിൽ കണ്ടതല്ലാതെ ബോധ്യപ്പെട്ടിട്ടില്ല. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അനധികൃതമായിട്ടുള്ള നികത്തിയ ഭൂമി ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ട് കൃഷിക്ക് അനുകൂലമായി നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ അർത്ഥതലങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതാണ്. കോടതി വിധി നല്ലതുപോലെ പരിശോധിച്ച് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള വിധത്തിലുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും സർക്കാർ എടുക്കുക. മുഖ്യമന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.